ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം പുറപ്പാട് പുസ്തകം 29 അധ്യായം അതിൻ്റെ 37 വാക്യമൊന്നും വായിക്കട്ടെ. 7 ദിവസം നീ യാഗപീഠത്തിനായി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം. ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾ കൊടുത്ത കൽപ്പനയിൽ ആ സമാഗമന കൂടാരവും അതിലുള്ള ഉപകരണങ്ങളും എല്ലാം വളരെ കൃത്യതയോടും വ്യക്തമായും വിവരിച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ അവസാനത്തോട് വരുമ്പോൾ പറയുന്ന കാര്യമാണ് യാഗപീഠം എങ്ങനെയായിരിക്കണം. ആ യാഗപീഠത്തിന് വേണ്ടി 7 ദിവസം പ്രായശ്ചിത്തം കഴിച്ച് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ച് കാളകളെ അർപ്പിച്ച് അതിൻ്റെ തൊട്ട് മുൻപിൽ പറയുന്ന യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിച്ച് പാപശുദ്ധി വരുത്തുകയും അതിനെ ശുദ്ധീകരിക്കേണ്ടതിന് അഭിഷേകം ചെയ്യുകയും വേണം. അങ്ങനെയുള്ള യാഗപീഠത്തിലാണ് ആ ഇസ്രായേൽ ജനം ആണ്ടുതോറും, പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഉണ്ടെന്നാൽ മഹാപുരോഹിതൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആ വർഷത്തിൽ ഒരിക്കൽ കടന്നു ചെന്നിട്ട് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗം കഴിച്ച് ജനത്തിന് ആ വിശുദ്ധി വരുത്തിയിരുന്നത്. അതാണ് 1 കൊരിന്ത്യർ 10 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ വായിക്കുന്നത്. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ, യാഗങ്ങൾ ഭുജിക്കുന്നവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികളല്ലേ. അങ്ങനെ അവർ യാഗപീഠത്തിൻ്റെ കൂട്ടാളികളായിത്തീർന്നു. എന്നാൽ നമുക്കറിയാം, ഏലി പുരോഹിതൻ്റെ കാലം വന്നപ്പോഴത്തേന് ആ യാഗപീഠത്തെ വളരെ നിന്ദിച്ച ആ പുരോഹിത കുടുംബം, ആ ഏലിയുടെ മക്കൾ യാഗപീഠത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവർ നീചന്മാരും ദുഷ്ടന്മാരുമായി കടന്നു വന്നിട്ട് ആ യാഗപീഠത്തിൽ ദഹിപ്പിക്കുന്ന വസ്തുക്കളെ മുപ്പല്ലി കൊണ്ട് എടുത്തു കൊണ്ടുപോയി അതിനെ നിന്ദിച്ചു. അത് നിമിത്തമായിട്ട് ദൈവം ആ ഇസ്രായേലിൻ്റെ ആ മഹത്വം പൊയ്പോകുവാൻ തക്കവണ്ണം ഇടവരുത്തിയെന്ന് നാം കാണുന്നു. ദൈവത്തിൻ്റെ ന്യായവിധികൾ തൻ്റെ ജനത്തിന്മേൽ വരുവാൻ ആ അശുദ്ധിക്കും തിന്മയും ഇടയാക്കിയതായി നാം പഴയ നിയമത്തിലുടനീളം കാണുന്നു. എന്നാൽ പുതിയ നിയമവിശ്വാസികൾ ആയ നമുക്ക് ഒരു യാഗപീഠം ദൈവം കൽപ്പിച്ചു തന്നിട്ടുണ്ട്. ആ യാഗപീഠത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആ യാഗപീഠത്തെക്കുറിച്ചാണ് എബ്രായ ലേഖനം 13 അധ്യായത്തിൽ 10 വാക്യത്തിൽ പറയുന്നത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിക്കുവാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഒരു യാഗപീഠമുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു എന്ന യാഗപീഠം. അതാണ് തുടർന്നുള്ള വാക്യങ്ങൾ പറയുന്നത്. 12 വാക്യത്തിൽ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് മാത്രമല്ല, അതിവിശുദ്ധ യാഗപീഠവും അവനായി തീർന്നു. അവൻ തന്നെ നമുക്ക് വേണ്ടി യാഗം കഴിച്ചു, നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. ഇന്ന് നാം ചെയ്യേണ്ട യാഗ ശുശ്രൂഷകൾ, ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ആ യാഗം എന്താണെന്നും തുടർന്ന് പറയുന്നു 15 വാക്യത്തിൽ. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. വീണ്ടും 16 വാക്യത്തിൽ പറയുന്നു, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. യേശുക്രിസ്തു എന്ന യാഗപീഠത്തിൽ അശുദ്ധമായതിനൊന്നും കടന്നു വന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ആ യാഗപീഠത്തിൽ അർപ്പിക്കുന്ന കാര്യങ്ങൾ ആ പുരോഹിത മക്കൾക്ക് കുത്തിക്കൊണ്ടു പോകുവാൻ അവകാശമില്ല. അത് ഏറ്റവും പേഴ്സണലായിട്ടുള്ളത്, വ്യക്തിപരമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ഉതകുന്നതായ കാര്യങ്ങൾ. അവിടെ നാം അർപ്പിക്കേണ്ട യാഗം സ്തോത്രയാഗവും നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതുമായ യാഗം. ആ യാഗങ്ങൾ ആർക്കും അപഹരിച്ചു കൊണ്ടുപോകുവാൻ കഴിയില്ല. ആരും അതിൽ നിന്ന് ഇവിടെ പറയുന്ന അഹോവൃത്തി കഴിക്കുവാൻ ആർക്കും അവകാശമില്ലാതെ വണ്ണമുള്ള
ഒരു യാഗപീഠം. നാമും നമ്മുടെ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, ആ ബന്ധം സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, ഇബ്രാഹിം വീണ്ടും പറയുന്നുണ്ടല്ലോ, നമുക്ക് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കാനായി ധൈര്യത്തോടെ ആ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം നമുക്ക് തന്നിരിക്കുന്നു. നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവർ, നാം എത്ര ഭാഗ്യശാലികൾ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇടവിടാതെ അവൻ്റെ നാമത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ. God bless you.